ഇന്ന് ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ. നമ്മുടെ പൂജ്യ ഗുരുദേവൻ ശ്രീ ശ്രീ രവിശങ്കറിന്റെയും മറ്റ് യോഗാചാര്യന്മാരുടെയും തുടർ പ്രേരണയാലും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയുടെ കഠിനമായ പ്രയത്നത്താലും 2014 ഡിസംബർ മാസത്തിൽ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ എല്ലാ വർഷവും ജൂൺ 21 ആചരിക്കാനായിട്ട് തീരുമാനമെടുത്തു. ഇന്ന് ജൂൺ 21, 2025 11ാമത് ലോക യോഗാ ദിനം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളോടൊപ്പം ഈ ലോകം മുഴുവനും ഇതിൻ്റെ ഭാഗമാകുന്നു. ലോക സമാധാനത്തിനും ശാന്തിക്കും സന്തോഷത്തിനുമായി ഈ യോഗ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് ഈ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കണ്ണുകൾ അടച്ചു വയ്ക്കാം. കൈപ്പത്തികൾ മടിയിൽ മലർത്തി വയ്ക്കും. നടു നിവർത്തി വയ്ക്കാം. താടി നേരെ. മുഖത്ത് നല്ല പുഞ്ചിരി വെച്ചുകൊണ്ട് വിശ്രമിക്കൂ. ഷോൾഡേഴ്സ് റിലാക്സ്. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറെടുക്കാം. ഒരു സാധാരണ ശ്വാസം അകത്തേക്ക്, പുറത്തു വിടും. ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. പൂർണ്ണമായും പുറത്തുവിടൂ. ഓംകാരം ചൊല്ലാനായിട്ട് ദീർഘശ്വാസം അകത്തേക്ക്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ശ്രീ ഗുരവേ നമഃ. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വിശ്രമിക്കൂ. റിലാക്സ്. സംഗച്ഛധ്വം സംവദധ്വം സംഗച്ഛധ്വം സംവദധ്വം സംഭോ മനാംസി ജാനതാം സംഭോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ ദേവാഭാഗം യഥാ പൂർവേ സംജ്ഞാന
ഉപാസത്തെ സന്യാന ഉപാസത്തെ സന്യാന ഉപാസത്തെ സന്യാന ഉപാസത്തെ. നമുക്ക് ഐക്യത്തോടെ നീങ്ങാം, ഒരേ സ്വരത്തിൽ സംസാരിക്കും. നമ്മുടെ മനസ്സുകൾ ഒരേ രീതിയിൽ ഐക്യത്തിലുള്ളതാകട്ടെ. പണ്ട് ദേവന്മാര് യാഗത്തിന്റെ പങ്ക് പങ്കിടുന്നത് പോലെ ഒരേപോലെ. സാവധാനത്തില് കണ്ണുകൾ തുറക്കാം, നല്ലൊരു പുഞ്ചിരിയോട് കൂടി. സാവധാനത്തിൽ ശ്വാസം എടുക്കാം, തലമുകളിലേക്ക്, ആകാശത്തേക്ക് നോക്കൂ. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക് കൊണ്ടുവരാം. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം, തലമുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക് കൊണ്ടുവരാം. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം, മുകളിലേക്ക് നോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്, താടി നെഞ്ചിലേക്ക് കൊണ്ടുവരൂ. ശ്വാസം എടുത്തുകൊണ്ട് നേരെ ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ വലതുവശത്തേക്ക് നോക്കൂ, തല തിരിച്ച്. ശ്വാസം എടുക്കാം, നേരെ. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശം. ശ്വാസം എടുക്കാം, നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശം. ശ്വാസം എടുക്കാം, നേരെ. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം, നേരെ വരാം. റിലാക്സ്, വിശ്രമിക്കൂ. ഓക്കെ, ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് ചെവി ഇടത് ഷോൾഡറിലേക്ക് കൊണ്ടുവരൂ. കുറച്ച് സമയം ഇതേ പോസിൽ എടുക്കാം, ദീർഘമായിട്ട്. ശ്വാസം എടുത്തുകൊണ്ട് വിശ്രമിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ശ്വാസം വിട്ടുകൊണ്ട് വലത് ചെവി വലത് ഷോൾഡറിലേക്ക്. ഇതേ പോസിൽ കുറച്ച് സമയം നിൽക്കാം, ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വിശ്രമിക്കൂ. ശ്വാസം എടുക്കാം, നേരെ. നമുക്ക് നെക്ക് റൊട്ടേഷൻ ചെയ്യാനായിട്ട് തയ്യാറെടുക്കാം. അതിനുവേണ്ടി ശ്വാസം എടുത്തുകൊണ്ട് തലപ്പിറകിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക് കൊണ്ടുവരൂ. ഉജ്ജയ ശ്വാസത്തിൽ ശ്വാസം എടുക്കാം, സാവധാനത്തിൽ വലതുവശത്തു കൂടെ പിറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തു കൂടെ മുന്നിൽ. ശ്വാസത്തോടൊപ്പം റൊട്ടേഷൻ തുടരൂ. മുഖത്തെ നല്ല പുഞ്ചിരി വെച്ചുകൊണ്ട് ചെയ്യാം. ത്രീ ടു ഫോർ റൊട്ടേഷൻ ചെയ്തതിനു ശേഷം വിശ്രമിക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ഇടതുവശത്ത് കൂടെ പിറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്ത് കൂടെ മുൻപിലേക്ക്. റൊട്ടേഷൻ തുടരാം. ശ്വാസത്തോടൊപ്പം പൂർണ്ണ അവബോധത്തോടു കൂടി ചെയ്യാം. ആൻഡ് റിലാക്സ്, വിശ്രമിക്കാം. സാവധാനത്തില് ഷോൾഡർ റൊട്ടേഷൻ ചെയ്യാനായിട്ട് തയ്യാറെടുക്കാം. കൈകള് ഷോൾഡറിൽ വെക്കാം, കൈമുട്ടുകൾ ചേർത്ത് വെക്കാം. സാവധാനത്തിൽ ശ്വാസം എടുക്കാം, മുൻപിലൂടെ മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് പിറകിലൂടെ താഴേക്ക്. ശ്വാസത്തോടൊപ്പം റൊട്ടേഷൻ ചെയ്യൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാം. ആൻഡ് റിലാക്സ്, വിശ്രമിക്കൂ. കൈകൾ നിവർത്താം. ശ്വാസം വിട്ടുകൊണ്ട് നിവർത്താം, ശ്വാസം എടുത്തുകൊണ്ട് മുടക്കാം. കൈകള് കമഴ്ത്തി, കൈപ്പത്തികളെ കൈത്തണ്ടയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കാം. വിരലുകൾ അകത്തി വെക്കൂ. കൈകളെ മുമ്പിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ദീർഘമായ ശ്വാസം എടുത്ത് വിടൂ.
നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യൂ കൈകളെ. ആൻഡ് റിലാക്സ്. കൈപ്പത്തികൾ താഴേക്കും മുകളിലേക്കും വീശിക്കൊടുക്കാം. അകത്തേക്കും പുറത്തേക്കും വീശൂ. ഇൻ ഔട്ട്. കൈകൾ തുറന്നടയ്ക്കാം. ക്ലോസ് ഓപ്പൺ. തള്ളവിരലുകൾ ഉള്ളം കൈയിലേക്ക് വെച്ചു കൊടുക്കാം. മുഷ്ടി ചുരുട്ടി പിടിക്കാം. റിസ്റ്റ് റൊട്ടേഷൻ ചെയ്യൂ. എതിർ ദിശയിൽ ചെയ്യാം. കൈകൾ സാവധാനത്തിൽ ശരീരത്തിന്റെ ഇരുവശങ്ങളിലേക്കും കൊണ്ടുവരാം. കൈപ്പത്തികൾ കൈത്തണ്ടയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കൂ. ഇരുവശങ്ങളിലുമുള്ള ഇമാജിനറി ചുമരിനെ നന്നായിട്ട് തള്ളി നീക്കാൻ ശ്രമിക്കൂ. ദീർഘമായ ശ്വാസം എടുത്തു വിടൂ. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യൂ. സാവധാനത്തിൽ കൈപ്പത്തികൾ ചലിപ്പിക്കാം. ടാറ്റ ബൈ ബൈ കൊടുക്കുന്ന പോലെ. ഷോൾഡർ ലെവലിൽ വലിയ വൃത്തത്തിൽ റൊട്ടേഷൻ ചെയ്യാം. 1 2 3 4. എതിർ ദിശയിൽ ചെയ്യാം. 1 2 3 4. ആൻഡ് റിലാക്സ്. റിലാക്സ് ചെയ്യാം. കൈകൾ മസാജ് ചെയ്ത് കൊടുക്കൂ. ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഷെയ്ക്ക് യുവർ ഹാൻഡ്സ് ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. സാവധാനത്തില് നമ്മുടെ വലത് കൈ ഇടത് കാൽമുട്ടിന്റെ മേലെ വയ്ക്കാം. ഇടത് കൈ ശരീരത്തിന്റെ പിറകിലായിട്ട് വെച്ചിട്ടുണ്ട്. സാവധാനത്തിൽ ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്ത് കൂടെ പിറകിലേക്ക് നോക്കും. സ്പൈനൽ ട്വിസ്റ്റ് നടുതി ഉയർത്തി വെച്ചുകൊണ്ട് ചെയ്യാം. ദീർഘമായ ശ്വാസം എടുത്തു വിടാം. ആൻഡ് റിലാക്സ്. വലത് കൈ ശരീരത്തിന്റെ പിറകിലേക്ക് വെക്കാം. ഇടത് കൈ വലത് കാൽമുട്ടിൽ വയ്ക്കും. സാവധാനത്തിൽ ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ വലതുവശത്ത് കൂടെ പിറകിലേക്ക് നോക്കാം. നട്ടലിന് നല്ലൊരു ട്വിസ്റ്റ് കൊടുക്കൂ. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം. നേരെ വരാം. കാലുകൾ നിവർത്തി വയ്ക്കും. നട്ടല് നിവർത്തി വെച്ചുകൊണ്ടിരിക്കാം. കാൽപാദങ്ങൾ ചേർത്ത് വെക്കാം. കൈകൾ കാൽമുട്ടുകളുടെ മേലെ. കാൽപാദങ്ങൾ താഴേക്ക് സ്ട്രെച്ച് ചെയ്യാം. പിറകിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് മുൻപിലേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് പിറകിലേക്ക്. റൊട്ടേഷൻ ചെയ്യാം. 1 2 3 4. എതിർ ദിശയിൽ 1 2 3 4. ആൻഡ് റിലാക്സ്. വലത് കാൽപാദം ഇടത് തുടയുടെ മേലെ വയ്ക്കാം. നടു നിവർത്തി വെച്ചിട്ടുണ്ട്. ഇടത് കൈ കൊണ്ട് കാൽപാദവും വലത് കൈ കൊണ്ട് കാൽമുട്ടും പിടിക്കാം. സാവധാനത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് തറയിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. കാൽമുട്ടിന് മുകളിലേക്കും താഴേക്കും. കാൽമുട്ടിന് റൊട്ടേഷൻ ചെയ്യാം. ശ്വാസത്തോടൊപ്പം റൊട്ടേഷൻ ചെയ്യൂ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആൻഡ് റിലാക്സ്. വലത് കാലിന് നിവർത്തി വെക്കാം. ഇടത് കാലിന് ചെയ്യാം. കാൽപാദം ഇടത് കാൽപാദം വലത് തുടയുടെ മേലെ വെക്കാം. കൈകൊണ്ട് വലത് കൈകൊണ്ട് കാൽപാദവും ഇടത് കൈകൊണ്ട് കാൽമുട്ടിനെയും പിടിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് പുഷ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. റൊട്ടേഷൻ ചെയ്യൂ. 1 2 3 4. എതിർ ദിശയിൽ 1 2 3 4. ആൻഡ് റിലാക്സ്. കാൽപാദങ്ങളിൽ കൂടി ചേർത്ത് വയ്ക്കാം. നിവർത്തി വയ്ക്കാം. കാൽമുട്ട് മടക്കാം. വലത് കാൽമുട്ട് മടക്കി കൈകൊണ്ട് വലത് കാലിൽ കോർത്ത് പിടിക്കും. കാൽമുട്ടിന് താഴെ. ശ്വാസം എടുക്കാം. നമ്മുടെ കാൽമുട്ടിനെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കാലിനെ നിവർത്താം. ശ്വാസം വിട്ടുകൊണ്ട് മടക്കാം. നിവർത്താം. ശ്വാസം വിട്ടുകൊണ്ട് മടക്കൂ. നിവർത്തൂ. ശ്വാസം വിട്ടുകൊണ്ട് മടക്കാം. നിവർത്താം.
ശ്വാസം വിട്ടുകൊണ്ട് മടക്കാം. നിവർത്തൂ, മടക്കാം. ആൻഡ് റിലാക്സ്. ഇടത് കാലിന് കോർത്ത് പിടിക്കാം. കാൽമുട്ടിന് നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് നിവർത്താം. ശ്വാസം വിട്ടുകൊണ്ട് മടക്കും. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. കാലുകൾ ചേർത്ത് വയ്ക്കാം. ബദ്ധകോണാസൻ, തിത്തലി, ചിത്രശലഭം. കാൽപാദം കൈകൾ കൊണ്ട് കോർത്ത് പിടിക്കാം. കാൽപാദങ്ങളെ കാലിന്റെ ഉപ്പുറ്റികൾ നമ്മുടെ ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കും. കാൽമുട്ടുകള് തറകളിലെ ഇരുവശങ്ങളിലുമായിട്ട് അവിടെ നിവർത്തി വയ്ക്കാം. നെഞ്ച് മുമ്പിലേക്ക് പുഷ് ചെയ്ത് പിടിക്കും. ശ്വാസം എടുക്കാം. ശരീരം പിറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നേരെ വരാം. സാവധാനത്തിൽ നമ്മുടെ കാൽമുട്ടുകൾ ചലിപ്പിച്ചു തുടങ്ങാം. ഒരു ചിത്രശലഭമായിട്ട് നമുക്ക് പറന്നു നടക്കാം. വേഗത കൂട്ടിക്കൊണ്ടുവരാം. അവിടെ നിവർത്തി വെച്ചുകൊണ്ട് ചെയ്യാം. മുഖത്ത് നല്ല പുഞ്ചിരിയുണ്ട്. കാൽമുട്ടുകൾ തറയിലേക്ക് മുട്ടിക്കാനായിട്ട് ശ്രമിക്കാം. ആൻഡ് റിലാക്സ്. വിശ്രമിക്കൂ. വേണമെങ്കിൽ കാൽപാദങ്ങൾ കുറച്ച് മുൻപിലേക്ക് കയറ്റി വയ്ക്കാം. ശ്വാസം എടുക്കാം. ശരീരം പിറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ടിന്റെ ഭാഗത്തുനിന്ന് മുൻപിലേക്ക് ആഞ്ഞു വരൂ. വയറ്, നെഞ്ച്, നെറ്റി തറയിലേക്ക് കൊണ്ടുവരൂ. നെറ്റി കാൽപാദത്തിലേക്ക് കൊണ്ടുവരാം. കാൽമുട്ടുകളെ തറയിൽ പതിച്ചു വയ്ക്കൂ. സാധാരണ ശ്വാസം എടുത്തുകൊണ്ട് വിശ്രമിക്കൂ. ആൻഡ് റിലാക്സ്. സാവധാനത്തിൽ ശ്വാസം എടുക്കാം. ഇരിക്കാം. ക്രാഡലിംഗ് ചെയ്യാം. വലത് കാൽപാദം ഇടത് കൈയിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. കോർത്ത് പിടിക്കാം. കാലിന്റെ ഈ ഭാഗം ഭൂമിക്ക് സമാന്തരമായിട്ട് പിടിക്കാം. സാവധാനത്തിൽ ആട്ടിക്കൊടുക്കും. ഒരു കൊച്ചു കുഞ്ഞിനെ തൊട്ടില് ആട്ടുന്നത് പോലെ ആട്ടിക്കൊടുക്കാം. താരാട്ട് പാടി ഉറക്കുന്നത് പോലെ. ആൻഡ് റിലാക്സ്. സാവധാനത്തിൽ ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി വലത് കാൽമുട്ടിലേക്ക് കൊണ്ടുവരൂ. കുറച്ച് സമയം ഇതേ പോസിൽ നിൽക്കാം. ദീർഘമായ ശ്വാസം എടുത്തു വിടൂ. ആൻഡ് റിലാക്സ്. ശ്വാസം വിട്ടുകൊണ്ട് കാൽപാദത്തിലേക്ക്. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. ഒരിക്കൽ കൂടി ഒന്ന് ആട്ടിക്കൊടുക്കാം. വിശ്രമിക്കൂ. ഇടത് കാലിന് ചെയ്യാം. കോർത്ത് പിടിക്കാം. ആട്ടിക്കൊടുക്കാം. ആൻഡ് റിലാക്സ്. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി ഇടത് കാൽമുട്ടിലേക്ക്. കുറച്ച് സമയം ഇതേ പോസിൽ നിൽക്കാം. ദീർഘമായ ശ്വാസം എടുത്തു. ആൻഡ് റിലാക്സ്. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി കാൽപാദത്തിലേക്ക് കൊണ്ടുവരാം. ആൻഡ് റിലാക്സ്. വിശ്രമിക്കൂ. നമുക്ക് മാർജാര ആസനം ചെയ്യാനായിട്ട് തയ്യാറെടുക്കാം. ശരീരം ഒരു ടേബിൾ പോലെ വെക്കാം. ഷോൾഡേഴ്സിന് താഴെ കൈപ്പത്തികളും അരക്കെട്ടിന് താഴെ കാൽമുട്ടുകളുമായിട്ടിരിക്കും. സാവധാനത്തിൽ ശ്വാസം എടുക്കാം. നെഞ്ചുയർത്തി, താടി ഉയർത്തി, തല ഉയർത്തി ആകാശത്തേക്ക്. അരക്കെട്ടിന്റെ ഭാഗം ഉയർത്തിക്കൊണ്ടുവരാം. വയറ് താഴേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് താടി നെഞ്ചിലേക്ക് കൊണ്ടുവരാം. മുതുക് ഉയർത്തിക്കൊണ്ടുവരൂ. വയറുള്ളിലേക്ക് വലിച്ചു പിടിക്കൂ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്.
ആൻഡ് റിലാക്സ്. സാവധാനത്തിൽ കാൽപാദങ്ങളിലേക്ക് ഇരിക്കാം. ശിശുവാസനം. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റിത്തറയിലേക്ക് കൊണ്ടുവരാം. സാധാരണ ശ്വാസം എടുത്തുകൊണ്ട് വിശ്രമിക്കാം. അധോമുഖ ശ്വാനാസനം ചെയ്യാം. കൈകളിലും കാലുകളിലും ബലം കൊടുക്കാം. ഇൻവെർട്ടഡ് വി. കാൽപാദം പൂർണ്ണമായും തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കും. കുറച്ച് കയറ്റി വെക്കാം. തറത്തിന് താഴേക്ക് ഇട്ട് കൊടുക്കൂ. ഒരു പർവ്വതം പോലെ. സാധാരണ ശ്വാസം എടുത്തുകൊണ്ട് വിശ്രമിക്കാം. സാവധാനത്തിൽ കാലുകൾ മുമ്പിലേക്ക് കയറ്റിക്കൊണ്ടുവരാം. കൈകള് കാൽപാദങ്ങളുടെ ഇരുവശങ്ങളിലുമായിട്ട് വയ്ക്കാം. ശ്വാസം വിട്ടുകൊണ്ട് കാലുകള് ഷോൾഡർ ഡിസ്റ്റൻസിൽ വയ്ക്കാം. കൈകളെ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാം. തലയുടെ മുകളിൽ കോർത്ത് പിടിക്കാം. മലർത്തി മുകളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കൂ. ദീർഘമായ ശ്വാസം എടുത്തു. സാവധാനത്തില് കാലിന്റെ ഉപ്പുറ്റികൾ ഉയർത്തിക്കൊണ്ടുവരാം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും. ആൻഡ് റിലാക്സ്. ശ്വാസം വിട്ടുകൊണ്ട് കാൽ കുറ്റികൾ തറയിലേക്ക്, കൈകൾ സാവധാനത്തിൽ ഇരുവശങ്ങളിലേക്ക്. നമുക്ക് വൃക്ഷാസനം ചെയ്യാം. വൃക്ഷാസനം ചെയ്യാനായിട്ട് വലത് കാൽപാദം ഒന്ന് ഉയർത്തി ഇടത് തുടയുടെ അകത്തേക്കായിട്ട് വെക്കാം. അവിടെ നിവർത്തി വെക്കാം. സാവധാനത്തിൽ കൈകൾ ഇരുവശങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരാം. ചൂണ്ടുവിരലുകൾ മുകളിലേക്കായിട്ട് പിടിക്കാം. മുകളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കൂ. ദീർഘമായ ശ്വാസം എടുത്തുകൊണ്ട് വിശ്രമിക്കും. ഒരു വൃക്ഷത്തെ പോലെയാണ്. കൈകൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. വെരി ഗുഡ്. ആൻഡ് റിലാക്സ്. സാവധാനത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് കൈകളെ താഴേക്ക് ഓപ്പോസിറ്റ് സൈഡിന് ചെയ്യാം. ഇടത് കാൽമുട്ട് മടക്കി കാൽപാദം വലത് തുടയുടെ അകത്തേക്കായിട്ട് വയ്ക്കാം. സാവധാനത്തിൽ കൈകളെ ഇരുവശങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരാം. മുകളിലേക്ക് ഓർത്ത് പിടിക്കാം. ചൂണ്ടുവിരലുകൾ മുകളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കൂ. മുകളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യൂ. ദീർഘമായ ശ്വാസം എടുത്തുവിടാം. വൃക്ഷാസൻ. ആൻഡ് റിലാക്സ്. സാവധാനത്തിലെ ശ്വാസം വിട്ടുകൊണ്ട് കൈകള് ഇരുവശങ്ങളിലൂടെയും താഴേക്ക് അകത്തി വെക്കാം. 3 അടി അകലത്തിൽ വയ്ക്കൂ. സാവധാനത്തിൽ കൈകൾ ഉയർത്തിക്കൊണ്ടുവരാം. വലതുവശത്തേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തില് കൈകൾ സ്ട്രെയിറ്റ് ആക്കി വെക്കാം. വലത് കാൽപാദത്തിന്റെ മുകളിൽ, ഇടത് കൈ മുകളിലേക്ക് ഒരേ ലൈനിൽ പിടിക്കാം. 2 കൈകൾ തല തിരിച്ച് മുകളിലേക്ക് ഇടത്തെ കൈയുടെ കൈ ഉള്ളിലേക്ക് നോക്കാം. ദീർഘമായ ശ്വാസം എടുത്തു വിടൂ. ത്രികോണാസനം. ദീർഘമായ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് വിശ്രമിക്കാം. ആൻഡ് റിലാക്സ്. സാവധാനത്തിൽ ശ്വാസം എടുക്കാം. നേരെ വരാം. ദിവസത്തേക്ക് സ്ലൈഡ് ചെയ്യാം. അതിനുശേഷം ബെൻഡ്. തല തിരിച്ച് വലത് കൈയിലേക്ക് നോക്കൂ. 2 കൈകളും ഒരേ ലൈൻ. ദീർഘമായ ശ്വാസം എടുത്തു വിടൂ. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. കൈകള് കാൽപാദങ്ങളെ ചേർത്ത് വയ്ക്കാം. ഹസ്ത ഉദ്ധാനാസൻ. നമ്മുടെ തുടയുടെ അകത്തുള്ള ഭാഗം ഇന്നർ തൈസ് ടൈറ്റ് ചെയ്ത് പിടിക്കാം. അരക്കെട്ടിന്റെ ഭാഗം, നമ്മുടെ ബട്ടക്സിന്റെ ഭാഗം ടൈറ്റ് ചെയ്ത് പിടിക്കൂ. അരക്കെട്ട് ടൈറ്റ് ചെയ്യാം. വയർ ടൈറ്റ് ചെയ്ത് പിടിക്കൂ. സാവധാനത്തിൽ ശ്വാസം എടുക്കാം. കൈകൾ ഉയർത്തിക്കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് പിറകിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കൂ. കൈകൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ദീർഘമായ ശ്വാസം എടുത്തു വിടൂ. ഹസ്ത ഉദ്ധാനാസൻ. അരക്കെട്ട് ടൈസ് അല്ല, ഇന്നർ തൈസ് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ റിലാക്സ്. ശ്വാസം എടുക്കാം. നേരെ സാവധാനത്തില് ഹസ്തപാദാസനം ചെയ്യാനായിട്ട് ഒരിക്കൽ കൂടി
ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ടിന്റെ ഭാഗത്താണ് ബെൻഡ് ചെയ്യണത്. കൈകൾ അപ്പർ ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ വെച്ചിട്ടുണ്ട്. സാവധാനത്തിൽ ബെൻഡ് ചെയ്ത് വരാം. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ കാൽപാദങ്ങളുടെ ഇരുവശങ്ങളിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി കാൽമുട്ടിലേക്ക് കൊണ്ടുവരൂ. വേണമെങ്കിൽ കാൽമുട്ടുകളൊന്ന് മൈക്രോ ബെൻഡ് ചെയ്ത് പിടിക്കാം. ദീർഘമായ ശ്വാസം എടുത്ത് വിടൂ. ആൻഡ് റിലാക്സ്. സാവധാനത്തിൽ ശ്വാസം എടുക്കാം. നേരെ വരാം. ആൻഡ് റിലാക്സ്. വിശ്രമിക്കൂ. രണ്ട് കാലുകൾ നമ്മൾ സാവധാനത്തിൽ കൈകളെ കാലുകളുടെ ഇരുവശങ്ങളിലുമായിട്ട് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. സാവധാനത്തിൽ കാലുകൾ ഉയർത്തിക്കൊണ്ടുവരാം. ഏകദേശം 45 ഡിഗ്രി. നല്ല സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ കാലുകൾ താഴേക്ക്. ശ്വാസം എടുക്കാം. കാലുകൾ ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ താഴേക്ക്. ബ്രീത്ത് ഇൻ. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുക്കാം. ഉയർത്തിക്കൊണ്ടുവരൂ. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുക്കാം. ഉയർത്തിക്കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം. ഉയർത്തിക്കൊണ്ടുവരാം. കുറച്ച് സമയം ഇതേ പോസിൽ നിൽക്കും. ദീർഘമായ ശ്വാസം എടുത്തു വിടൂ. വയറിന്റെ ഭാഗത്തുണ്ടാവുന്ന സ്ട്രെച്ച് എക്സ്പീരിയൻസ് ചെയ്യൂ. ആൻഡ് റിലാക്സ്. സാവധാനത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ തറയിലേക്ക് കൊണ്ടുവരാം. വിശ്രമിക്കാം. നമുക്ക് കാൽമുട്ടുകൾ മടക്കി കാൽപാദങ്ങള് ബട്ടക്സിനോട് ചേർത്ത് വയ്ക്കൂ. കാൽമുട്ടുകൾ ആകാശത്തേക്ക്. സേതുബന്ധാസനം ചെയ്യാനായിട്ട് തയ്യാറെടുക്കാം. ശ്വാസം എടുക്കാം. സാവധാനത്തില് വയറുള്ളിലേക്ക് വലിക്കാം. അരക്കെട്ടിന്റെ ഭാഗം ഉയർത്തിക്കൊണ്ടുവരൂ. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തില് നടു താഴേക്ക്. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം. ഉയർത്തിക്കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുക്കാം. ഉയർത്തിക്കൊണ്ടുവരൂ. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുക്കാം. ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം. ഉയർത്തിക്കൊണ്ടുവരും. സേതുബന്ധാസൻ. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ആൻഡ് റിലാക്സ്. അർദ്ധപവന മുക്താസനം വലത് കാലിന് ചെയ്യാം. സാവധാനത്തില് കാൽമുട്ട് മുടക്കി കൈകൊണ്ട് കോർത്ത് വലത് കാൽമുട്ടിനെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് അപ്പർ ബോഡി ഉയർത്തിക്കൊണ്ടുവരൂ. നെറ്റി വലത് കാൽമുട്ടിലേക്ക്. ദീർഘമായ ശ്വാസം എടുത്തു വിടൂ. എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യൂ. ആൻഡ് റിലാക്സ്. ശ്വാസം എടുക്കാം. തലത്തറയിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് കാലിന് വലത് കാലിനെ നിവർത്തി വയ്ക്കാം. വിശ്രമിക്കാം. അർദ്ധപവന മുക്താസന. ഇടത് കാലിന് കാൽമുട്ട് മടക്കാം. കൈകൊണ്ട് കോർത്ത് പിടിക്കാം നെഞ്ചിന്റെ ഭാഗത്തേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് അപ്പർ ബോഡി ഉയർത്തിക്കൊണ്ടുവരാം. നെറ്റി അല്ലെങ്കിൽ മൂക്ക് ഇടത് കാൽമുട്ടിലേക്ക് കൊണ്ടുവരൂ. ദീർഘമായ ശ്വാസം എടുത്തു വിടും. ആൻഡ് റിലാക്സ്. ശ്വാസം എടുക്കാം. തലത്തറയിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാല് നിവർത്തി വയ്ക്കാം. വിശ്രമിക്കാം. പൂർണ്ണ പവന മുക്താസനം ചെയ്യൂ. രണ്ട് കാൽമുട്ടുകളും അടക്കാം. കോർത്ത് പിടിക്കാം. കൈകൊണ്ട് കോർത്ത് കാൽമുട്ടുകളെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിക്കൂ. ശ്വാസം വിട്ടുകൊണ്ട് അപ്പർ ബോഡി ഉയർത്തിക്കൊണ്ടുവരാം. നെറ്റി അല്ലെങ്കിൽ മൂക്ക് വലത് കാൽമുട്ട് ഇരു കാൽമുട്ടുകളുടെ ഇടയിലേക്കുമായിട്ട് കൊണ്ടുവരൂ.
ദീർഘമായ ശ്വാസം എടുത്തു വിടൂ. പറ്റുമെങ്കിൽ ശരീരത്തിന് ഒന്ന് റോക്ക് ചെയ്ത് കൊടുക്കാം, മുൻപിലേക്ക് പിറകിലേക്ക്. തല തറയിലേക്ക് വെക്കാം. ശരീരം ഇരുവശങ്ങളിലേക്ക് റോൾ ചെയ്ത് കൊടുക്കൂ. ആൻഡ് റിലാക്സ്. സാവധാനത്തില് ശ്വാസം എടുക്കാം. തല തറയിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് കാലിനെ നിവർത്തി തറയിലേക്ക് വെക്കൂ. വിശ്രമിക്കൂ. നമ്മള് മലർന്നു കിടന്നിട്ടുള്ള ആസനങ്ങൾ കഴിഞ്ഞു. സാവധാനത്തിൽ വലതുവശം ചെരിഞ്ഞ് കമഴ്ന്ന് കിടക്കും. കൈകള് കാലുകളുടെ ഇരുവശങ്ങളിലുമായിട്ട് മലർത്തി വെക്കൂ. താടി തറയിൽ തന്നെ, നോട്ടം മുൻപിലേക്ക്. അർദ്ധശലഭാസനം വലത് കാലിൽ ചെയ്യാം. ശ്വാസം എടുക്കാം. വലത് കാലിന് ഉയർത്തിക്കൊണ്ടുവരാം. ഏകദേശം 6 ഇഞ്ച് ഹൈറ്റിലേക്ക്. വലത് കാലിന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കൂ. കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിലല്ല കാര്യം, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നതിലാണ്. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ടുവരാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുക്കാം. ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുക്കാം. ഉയർത്തിക്കൊണ്ടുവരൂ. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. അർദ്ധശലഭാസനം. ഇടത് കാലിന് ശ്വാസം എടുക്കാം. ഇടത് കാലിന് ഉയർത്തിക്കൊണ്ടുവരൂ. ഇടത് കാലിന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ദീർഘമായ ശ്വാസം എടുത്തു വിടൂ. ആൻഡ് റിലാക്സ്. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാൽ തറയിലേക്ക്. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം. ഇടത് കാലിന് ഉയർത്തിക്കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുക്കാം. ഉയർത്തിക്കൊണ്ടുവരും. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ശ്വാസം എടുക്കാം. ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. പൂർണ്ണ ശലഭാസനം. കൈകൾ ആദ്യമുദ്രയിൽ മുഷ്ടി ചുരുട്ടി പിടിക്കുന്നു. കൈമുഷ്ടികൾ തുടയുടെ അടിയിൽ ജനനേന്ദ്രിയത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ട് വയ്ക്കും. സാവധാനത്തിലെ ശ്വാസം എടുക്കാം. ഇരു കാലുകളും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരൂ. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കൂ. ദീർഘമായ ഉജ്ജയ് ശ്വാസം എടുത്തുവിടും. ആൻഡ് റിലാക്സ്. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ തറയിലേക്ക്. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം. കാലുകൾ ഉയർത്താം. കൈ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കൂ. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ തറയിലേക്ക് കൊണ്ടുവരാം. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം. ഉയർത്തിക്കൊണ്ടുവരൂ. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ താഴേക്ക്. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. ഭുജംഗാസനം ചെയ്യാനായിട്ട് കൈകള് ഷോൾഡറിന് താഴെയായിട്ട് വയ്ക്കാം. കാൽപാദങ്ങൾ ചേർത്ത് വയ്ക്കാം. കൈമുട്ടുകൾ ശരീരത്തോട് ചേർന്നിരിക്കട്ടെ. സാവധാനത്തിൽ കഴുത്തിന്റെ ഭാഗം ഉയർത്തുന്നു. നെഞ്ചിന്റെ ഭാഗം ഉയർത്തുന്നു. പൊക്കിൾ കൊടി മുതൽക്ക് മുകളിലേക്കുള്ള ഭാഗം ഉയർത്തിക്കൊണ്ടുവരാം. ആകാശത്തേക്ക് നോക്കാം. മുഖത്ത് നല്ല പുഞ്ചിരി വയ്ക്കും. കൈമുട്ടുകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കാം. ദീർഘമായ ഉജ്ജയ് ശ്വാസം എടുത്തുവിടും. നമ്മുടെ നട്ടലിന്റെ ഭാഗത്തുണ്ടാവുന്ന സ്ട്രെച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. ആൻഡ് റിലാക്സ്. ശ്വാസം വിട്ടുകൊണ്ട് ശരീരം തറയിലേക്ക്. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം. ഉയർന്നു വരൂ. കോബ്ര പോസ്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തില് താഴേക്ക്. ഒരിക്കൽ കൂടി ശ്വാസം എടുക്കാം. ഉയർന്നു വരാം. ശ്വാസം വിട്ടുകൊണ്ട് തറയിലേക്ക് ശരീരം. വിശ്രമിക്കാം. സാവധാനത്തില് വലതുവശം ചെരിഞ്ഞ് ഇടത് കൈ തറയിൽ കുത്തിക്കൊണ്ട്
എഴുന്നേറ്റിരിക്കാം. കൈകളെ മടിയിൽ മലർത്തി വെക്കൂ. സാവധാനത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകൾ ഉയർത്തിക്കൊണ്ടുവരാം. മുകളിലെ സ്ട്രെച്ച് കോർത്ത് പിടിക്കാം. മുകളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കൂ. ദീർഘമായ ശ്വാസം എടുത്തുവിടാം. ആൻഡ് റിലാക്സ്. സാവധാനത്തിലെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ടുവരാം. നന്നായിട്ട് മുകളിലേക്ക് കോർത്ത് പിടിക്കാം. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും. ഒരിക്കൽ കൂടി ആൻഡ് റിലാക്സ്. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ടുവരാം. പർവ്വതാസൻ. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കൂ മുകളിലേക്ക്. ആൻഡ് റിലാക്സ്. ശ്വാസം വിട്ടുകൊണ്ട് കൈകളെ സാവധാനത്തിൽ താഴേക്ക്. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. കാല് 2 കാലുകൾ നിവർത്തി വെക്കാം. വലത് കാൽമുട്ട് മടക്കാം. കാൽപാദം ഇടത് കാൽമുട്ടിന്റെ ഇടതുവശത്തേക്കായിട്ട് വയ്ക്കും. ഇടത് കാൽമുട്ട് മടക്കി കാൽപാദം വലത് തുടയുടെ ഒരു വശത്തായിട്ട് വെച്ചിട്ടുണ്ട്. ശ്വാസം എടുക്കാം. വലത് കൈ ഉയർത്തിക്കൊണ്ടുവരാം. ശ്വാസം വിട്ടുകൊണ്ട് ശരീരത്തിന്റെ പിറകിൽ ഇടത് കൈ ഉയർത്താം. വലത് കാൽമുട്ടിന്റെ വലതുവശത്ത് കൂടെ നല്ല വിരിഞ്ഞു പിടിക്കാം. എന്നിട്ട് നിവർത്തി വെക്കാം. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിലെ വലത്തെ ഷോൾഡർ മുകളിലൂടെ പിറകിലേക്ക് നോക്കും. ദീർഘമായ ജയ് ശ്വാസം എടുത്തുവിടാം. 2 ഷോൾഡേഴ്സും ഒരേ ലൈനിൽ വരത്തക്ക വിധം പിടിക്കും. ദീർഘമായ ശ്വാസം എടുത്തുവിടൂ. മത്സ്യേന്ദ്രാസനം. വയറിന്റെ ഭാഗത്തുണ്ടാവുന്ന സ്ട്രെച്ച് എക്സ്പീരിയൻസ് ചെയ്യൂ. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇടത് കാൽമുട്ട് മടക്കാം. കാൽപാദം വലത് കാൽമുട്ടിന്റെ വലതുവശത്തേക്ക്. വലത് കാൽമുട്ട് മടക്കി കാൽപാദം ഇടത് തൊടയുടെ ഒരു വശത്തായിട്ട് വെക്കാം. അവിടെ നിവർത്തി വെക്കൂ. ശ്വാസം എടുക്കാം. ഇടത് കൈ ഉയർത്താം. ശ്വാസം വിട്ടുകൊണ്ട് ശരീരത്തിന്റെ പിറകിലേക്ക്. വലത് കൈ ഉയർത്തുന്നു. ഇടത് കാൽമുട്ടിന്റെ ഇടതുവശത്ത് കൂടെ കൊണ്ടുവന്നിട്ട് കാലിനെ വരിഞ്ഞു പിടിക്കാം. ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തെ ഷോൾഡറിന് മുകളിലൂടെ പിറകിലേക്ക് നോക്കൂ. 2 ഷോൾഡേഴ്സും ഒരേ ലൈനിൽ വരത്തക്ക വിധം പിടിക്കൂ. ദീർഘമായ ജയ് ശ്വാസം എടുത്തു വിടൂ. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. കണ്ണുകൾ അടച്ചു വെക്കാം. സൗകര്യപൂർവ്വം ഇരിക്കാം. കപാൽഭാതി പ്രാണായാമം ചെയ്യാനായിട്ട് തയ്യാറെടുക്കാം. നമുക്കറിയാം കപാൽഭാതി ചെയ്യാനായിട്ട് നമ്മൾ പൊക്കിളിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ശ്വാസം എടുക്കുമ്പോൾ സാധാരണ ശ്വാസകത്തേക്ക്, ശ്വാസം വിടുന്നത് ശക്തമായിട്ട് മൂക്കിലൂടെ ശ്വാസം വിടുന്നതോടൊപ്പം വയറുള്ളിലേക്ക് വലിക്കുന്നു. വയറിന്റെ ഭാഗം ഉള്ളിലേക്ക് വലിച്ചു. ഒരുമിച്ച് ചെയ്യാം. സാധാരണ കണ്ണുകൾ അടച്ചു വെക്കാം. സാധാരണ ശ്വാസകത്തേക്ക് എടുക്കൂ. പുറത്തു വിടാം. പൊക്കിളിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധയെ കൊണ്ടുവരൂ. കപാൽഭാതി ചെയ്യാം. ശ്വാസകത്തേക്ക് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 and relax. വിശ്രമിക്കൂ. മുഖം ശിരസ്
ശിരസിന് പിറകിലുള്ള ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. നല്ലൊരു പുഞ്ചിരി വെച്ചുകൊണ്ട് വിശ്രമിക്കൂ. സെക്കൻഡ് റൗണ്ട് കപാൽഭാതി ചെയ്യാം. നടു നിവർത്തി വെച്ചുകൊണ്ടിരിക്കാം. സാധാരണ ശ്വാസകത്തേക്ക്, പുറത്തു വിടൂ. കപാൽഭാതി ചെയ്യാനായിട്ട് ശ്വാസകത്തേക്ക് എടുക്കാം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 ആൻഡ് റിലാക്സ്. വിശ്രമിക്കൂ. ഇരുപുരുക്കങ്ങൾക്കും ഇടയിലുള്ള ബിന്ദുവിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. മുഖത്ത് നല്ല പുഞ്ചിരി വെച്ചുകൊണ്ട് വിശ്രമിക്കൂ. തേർഡ് റൗണ്ട് കപാൽഭാതി പ്രാണായാമം ചെയ്യാം. നടു നിവർത്തി വെക്കാം. താടി നേരെ വെക്കൂ. സാധാരണ ശ്വാസകത്തേക്ക് എടുക്കാം. പൊക്കിളിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ശ്വാസം പുറത്തു വിടൂ. കപാൽഭാതി ചെയ്യാം. ശ്വാസകത്തേക്ക് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 ആൻഡ് റിലാക്സ്. വിശ്രമിക്കൂ. ഭ്രമരി പ്രാണായാമം ചെയ്യാനായിട്ട് തയ്യാറെടുക്കാം. നമ്മുടെ ചൂണ്ടുവിരലുകൾ, ഇയർബഡ് നമ്മുടെ ചെവിയുടെ ഒരു മാംസളമായിട്ടുള്ള അകത്ത് ഒരു മാംസളമായിട്ടുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ കൈ ചൂണ്ടുവിരൽ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കാം. അവിടെ നിവർത്തി വെച്ചുകൊണ്ടിരിക്കൂ. മുഖത്ത് നല്ല പുഞ്ചിരി വെച്ചുകൊണ്ട് വിശ്രമിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത്? ശ്വാസം എടുക്കുന്നു. ശ്വാസം വിടുന്ന സമയത്ത് ഒരു ഭ്രമരം, ഒരു വണ്ടിനെ പോലെ മൂളുന്നു. നല്ല ശബ്ദ ഉച്ചത്തിൽ. ഒപ്പം തന്നെ നമ്മുടെ കൈകൾ കൊണ്ട് ചെവി തുറന്നടച്ചു വിടുന്നു. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ദീർഘശ്വാസം അകത്തേക്ക്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്തിന്റെ ഒരു 20 ഇരട്ടി സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നത്, ആ ശബ്ദത്തോടു കൂടി. ഒപ്പം ചെവി തുറന്നടച്ചു വിടുകയും ചെയ്യുന്നു. രോഗപ്രതിരോധ ശക്തിയെല്ലാം കൂട്ടാനായിട്ട്, ശേഷിനെ കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ, ഈ മഴയുടെ സമയത്തെല്ലാം നമ്മൾ ഇത് ഭ്രമരി സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നാൽ നമ്മുടെ പ്രതിരോധ ശക്തി കൂടും. നമുക്ക് ജീവിതം നല്ല ആസ്വാദികരമാകും. നമ്മുടെ ഈ ശബ്ദം നമ്മളുടെ ചുണ്ടുകളെ വൈബ്രേറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ തലയിൽ, നമ്മുടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം അകത്തേക്ക്. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. കൈകൾ മടിയിൽ മലർത്തി വെച്ചുകൊണ്ട് വിശ്രമിക്കൂ. ശരീരത്തിലൂടെ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് എല്ലാം ശ്രദ്ധിക്കാം. സംവേദനങ്ങളെ ശ്രദ്ധിക്കൂ. ശരീരത്തെ തണുപ്പിക്കാനായിട്ട് ഒരു ശീതളി പ്രാണായാമം കൂടെ നമുക്ക് ചെയ്യാം. ചുണ്ടുകള്
ഒരു സ്ട്രോ പോലെ പിടിക്കാം. നാക്ക് ചുരുട്ടിയിട്ട്, നാക്കൊരു സ്ട്രോ പോലെ ചുരുട്ടാം. ചുണ്ടുകളുടെ പുറത്തായിട്ട് തുറന്നു വയ്ക്കാം. ശക്തമായിട്ട് നാക്കിന്റെ ആ സ്ട്രോയുടെ അകത്തൂടെ ശ്വാസം അകത്തേക്ക് വലിക്കാം. ശ്വാസം പിടിച്ചു വയ്ക്കാം. വായടയ്ക്കാം. എത്രത്തോളം പിടിച്ചു വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം പിടിച്ചു വയ്ക്കാം. സാവധാനത്തിൽ ശ്വാസം മൂക്കിലൂടെ പുറത്തുവിടൂ. ഒരിക്കൽ കൂടി ശീതളി പ്രാണായാമം ചെയ്യാം. ഒരിക്കൽ കൂടി ചെയ്യാം. ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടും ബോഡിയെ എളുപ്പത്തിൽ തണുപ്പിക്കാനായിട്ടും ചൂടുള്ള സമയങ്ങളിൽ ബോഡിയെ തണുപ്പിക്കാനായിട്ടും യോഗാസനങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ശരീരത്തിനെ കൂളിംഗ് ചെയ്യാനായിട്ടും ചെയ്യുന്ന പ്രാണായാമമാണ് ശീതളി പ്രാണായാമം. കണ്ണുകൾ അടച്ചു വയ്ക്കാം. സാവധാനത്തിൽ മലർന്ന് കിടന്നുകൊണ്ട് വിശ്രമിക്കൂ. കാലുകളൊന്ന് അകത്തി വയ്ക്കാം. കൈകൾ അകത്തി വയ്ക്കും. ശരീരത്തിൽ ശരീരഭാരം പൂർണ്ണമായും തറയിലേക്ക് വിട്ടുകൊടുക്കൂ. വിശ്രമിക്കൂ. നമുക്ക് യോഗനിദ്ര ചെയ്യാനായിട്ട് തയ്യാറെടുക്കാം. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കൂ. പുറത്തു വിടൂ. ഒരിക്കൽ കൂടി ഒരു ദീർഘശ്വാസം അകത്തേക്ക്. ശ്വാസം പൂർണ്ണമായും പുറത്തു വിടൂ. റിലാക്സ്. സാവധാനത്തിൽ നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ കാൽപാദങ്ങളിലേക്ക് കൊണ്ടുവരൂ. കാൽമുട്ടുകൾ, തുടകൾ, അരക്കെട്ട്, ഈ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരൂ. ദീർഘശ്വാസം അകത്തേക്കെടുക്കാം. പുറത്തുവിടാം. ജനനേന്ദ്രിയം, അടിവയറ്, മേൽവയറ്, ഈ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരൂ. ദീർഘശ്വാസം അകത്തേക്കെടുക്കാം.
പുറത്തുവിടൂ. നെഞ്ച്, ഇരുചുമലുകൾ, കൈകൾ. ഈ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരൂ. ദീർഘശ്വാസം അകത്തേക്ക്, പുറത്തുവിടൂ. തൊണ്ട, മുഖം, ശിരസ്. കാൽപാദം മുതൽ ശിരസ് വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളിലേക്കും ശ്രദ്ധയെ കൊണ്ടുവരൂ. ദീർഘശ്വാസം അകത്തേക്കെടുക്കൂ, പുറത്തുവിടൂ. ശരീരം പൂർണ്ണമായും വിശ്രമിക്കട്ടെ. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. മലർന്ന് കിടന്ന് വിശ്രമിക്കുന്നവർക്ക് സാവധാനത്തിൽ വലതുവശം ചെരിഞ്ഞ് എഴുന്നേറ്റിരിക്കാം. നടുനിവർത്തി വയ്ക്കൂ, വിശ്രമിക്കൂ. ദീർഘശ്വാസം അകത്തേക്കെടുക്കാം, പുറത്തുവിടാം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം അകത്തേക്ക്, പൂർണ്ണമായി പുറത്തുവിടൂ. ചുറ്റുപാടിലേക്കും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധയെ കൊണ്ടുവരാം. പൂർണ്ണമായി തോന്നിയാൽ നല്ലൊരു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കാം. And relax.